ഈ ആമ്പിൻ്റെ വർക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യക്കാരനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഓൾറെഡി സ്ക്രീനിലുണ്ട്. NCS പറഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്ത് നോക്കി നോക്കാം. ഇനി ഇതിൻ്റെ ഇൻസൈഡ് കാണിച്ചു കൊടുക്കാം. ഇൻസൈഡാണ് ഏറ്റവും കൂടുതൽ. ഇൻസൈഡിൽ അതായത് ഇതിൻ്റെ സബിൻ്റെ വാട്ട്സ് നമുക്ക് മനസ്സിലാവില്ല. ഇതിപ്പോൾ സോണി ഒരു 1000 വാട്ട്സ്, ഒരു 300 RMS പറഞ്ഞ 300 ഉണ്ടാവും, കഷ്ടിട്ട് 300 RMS പറഞ്ഞ 12 ഇഞ്ച് സബ്ബാണ്. ഈ സാധനം കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഈ സബ് 12 ഇഞ്ചിൻ്റെ സബ് താങ്ങുന്നു പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഉൾവശം തുറന്നു നോക്കിയാൽ കാണാം അത് മിക്കവാറും 10 ഇഞ്ച് പോലും വരേക്ക് എടുക്കില്ല. കാരണം അതിൻ്റെ ഈ സാധനം പുറമേ നോക്കുമ്പോൾ എല്ലാം സെയിം ആയിട്ടായിരിക്കുക. ഇത് കസ്റ്റം ബിൽഡ് ചെയ്ത് വരുന്നതാണ്. കുറച്ച് മുന്നത്തെ മോഡലാണ്. കസ്റ്റമായിട്ട് ആൾക്കാർ പണിയിപ്പിച്ചെടുക്കുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് തന്നെയാണ്. അതായത് ഇത് നമ്മൾ 400 വാട്ട്സോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു 300 വാട്ട്സ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് പണിയിപ്പിക്കും. പക്ഷേ നമുക്ക് കിട്ടുക 100-200ൻ്റെ താഴെയാണ്. ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കാണിച്ചു തരാം. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള IC-കളാണ്. അതായത് 1, 2, 3, 4, 5 IC 5 ചാനലിനാണ് കൊടുക്കുക. പിന്നെ പറഞ്ഞതാണ് മോസ്ഫെറ്റ്. ഇതിൽ മെയിനായിട്ട് ആൾക്കാർ ഒരെണ്ണം അല്ലെങ്കിൽ 2 വെച്ച് വിടും. ആ സാധനം 100-150 ഇത് രണ്ടും കൂടി ബ്രിഡ്ജ് ചെയ്തിട്ടാണ് സബിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ 2 IC മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു 100 വാട്ട്സ് അല്ലെങ്കിൽ 150 മാക്സിമം 200 വാട്ട്സ് ഒക്കെയാണ് കൊടുക്കുക. 200 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടണമെന്നാണ് ഡിസൈൻ ചെയ്തവർ പറയാം. നമുക്ക് വർക്കിംഗ് കണ്ടീഷനിൽ അത്ര കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നിട്ട് ഇത് 400 വാട്ട്സിൻ്റെ എന്ന് പറഞ്ഞ് വിൽക്കും. അവിടെയാണ് ഇവിടെ പറ്റിക്കപ്പെടുന്നത്. ഇതിൽ ഒറിജിനൽ ശരിക്ക് 4 മോസ്ഫെറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. 1, 2, 3, 4 ബ്രിഡ്ജ് ചെയ്ത് 200-200 400 വാട്ട്സ് സബ് ഔട്ട് ഇതിന് കൺഫേം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ. അതായത് ഈ സാധനം 400 വാട്ട്സിൻ്റെ എന്ന് പറയും, എന്നിട്ട് 200 വാട്ട്സിൻ്റെ ബോർഡിൽ നിന്ന് തന്നിട്ട് പറ്റിക്ക് വിടും. ഇത് പുറമേ നോക്കുമ്പോൾ എല്ലാം സെയിമാ, വേറൊരു വ്യത്യാസം കാണില്ല. പിന്നെ ഓൾറെഡി ചില മോഡലിന് ഫാൻ ഉണ്ടാവും, ചില മോഡലിന് ഫാൻ ഉണ്ടാവില്ല. ഫാൻ ഉള്ളതാണ് കുറച്ചും കൂടി നല്ലത്. ഇത് ഹീറ്റാവും, ജസ്റ്റ് അത് അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് കളയും. പിന്നെ അതുപോലെ തന്നെ ഈ ആമ്പ് ഇന്ന് കാലത്ത് പണിയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കോപ്പറിൻ്റെ റേറ്റ് കൂടി, കോപ്പർ കിട്ടാനില്ല. ട്രാൻസ്ഫോമറിൻ്റെ റേറ്റ് പുതിയത് പണിയിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഈ സാധനത്തിന് മെയിനായിട്ട് പറഞ്ഞ 2-3 ചെറിയ കംപ്ലൈൻറ്റുകളുണ്ട്. ഒന്ന് ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ കോണ്ടാക്റ്റ് കിട്ടാണ്ട് വരും. അതായത് ഇപ്പോൾ നമ്മൾ മാറിയാലും USB-യിൽ കിട്ടാലും USB ഓൺ ആവില്ല. അതായത് ഇവിടെ ഉള്ളിൽ കോണ്ടാക്റ്റ് കിട്ടാത്തൊരു പരിപാടിയുണ്ട്. പുതിയത് പണിയണതൊക്കെ മറ്റേ റോട്ടറി എൻകോഡറായിട്ട് റോട്ടറി സ്വിച്ച് ആക്കിയിട്ട് എല്ലാം മാറ്റിയിട്ടുണ്ടാവും. അത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ വോളിനോബിൻ്റെ ഉള്ളിൽ ക്ലാവ് പിടിച്ചിട്ടുണ്ടാവും. അത് കാലക്രമേണ എല്ലാത്തിൻ്റെ ഉള്ളിലും ക്ലാവ് പിടിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഈ ഒരു വോളിനോബ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കാണാം. ഒരു 20 രൂപയുടെ താഴെ ഒരെണ്ണത്തിന് റേറ്റ് വരുള്ളൂ. നമുക്ക് ഞാൻ മാറ്റാവുന്നുള്ളൂ. ജസ്റ്റ് ഡീസോൾട്ട് ഇത് വേറെ ഇട്ടാൽ മതി. വേറെ പ്രശ്നമുള്ള കേസല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷം. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ ഉണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. സൺഡേസിലാണ് സാറ്റർഡേ ആണ് നമ്മൾ കൊറിയർ ചെയ്യേണ്ട ഡേറ്റ്. ഒരാഴ്ച കാലത്ത് കൊറിയർ മൊത്തം എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുക. കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെയാണെങ്കിലും നമുക്ക് കൊറിയർ ചെയ്യാൻ കുഴപ്പമുള്ള കേസല്ല. ഇനിയിപ്പോൾ ഔട്ട്സൈഡ് കേരള ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഡെലിവറി ചാർജസ് കാര്യങ്ങളും എക്സ്ട്രാ വരും. അപ്പോൾ അത്ര ഈ വീഡിയോയിലുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടങ്ങിയിട്ടുള്ളൂ, പുതിയ ചാനലാണ്. അപ്പോൾ ഇനിയും മാക്സിമം നല്ല സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കാം. ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ബൈ.